അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്ററായ പോളിനോമിയൽസ് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ 9th പോളിനോമിയൽസ് പഠിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ കൺസെപ്റ്റ് കുറച്ച് റിവൈസ് ചെയ്ത് പുതിയ ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ. അപ്പോൾ എന്താണ് പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ, ഒരു പോളിനോമിയലിൽ വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവറാണ് ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പോൾ 4x+2 ഇതിലെ വേരിയബിൾ ഏതാണ്? എക്സ് ആണ് വേരിയബിൾ. അപ്പോൾ ഇതിൻ്റെ പവർ ഏതാണ്? ഇതിൽ ഈ ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പവർ എത്രയാണ്? പവർ ഓഫ് എക്സ് എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? 1 ആണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. 2y² - 3y + 4. ഇതിലെ വേരിയബിൾസ് y² ഉണ്ട്, y ഉണ്ട്. അപ്പോൾ ഇതിൽ y² ഹയസ്റ്റ് പവർ 2 ആണ്. y² പവർ. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5x³ - 4x² + x - √2 വേറൊരു പോളിനോമിയൽ. അപ്പോൾ ഇവിടെ ഉള്ള ഹയസ്റ്റ് വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ ഏതാണ്? എക്സിന് 3 ആണ് ഹയസ്റ്റ് പവർ. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 3 ആണ്. പിന്നെ ഇതിലെന്താണ്? കോൺസ്റ്റൻസ് ഉണ്ട്. ഇതിലായാലും 2 ഉണ്ട്, 4 ഉണ്ട്, ഇവിടെ -√2 ഉണ്ട്. ഇതൊന്നും നമുക്ക് എന്താണ് ഈ ഡിഗ്രീനെ ഒന്നും അഫക്റ്റ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. അതൊന്നും നമ്മൾ നോക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ല ഡിഗ്രി കണ്ടുപിടിക്കുമ്പോൾ. ഓക്കെ, ഡിഗ്രി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഹയസ്റ്റ് പവർ മാത്രം നോക്കിയാൽ മതി. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ്, എല്ലാ ഓൾജിബ്രായിക് എക്സ്പ്രഷൻസും പോളിനോമിയൽ അല്ല. ഫോർ എക്സാമ്പിൾ 1/x - 1. ഇവിടെ വേരിയബിൾ ഡിനോമിനേറ്ററിലാണ്, അതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ അല്ല. കാരണം ഇതിൻ്റെ പവർ എന്ന് പറയുമ്പോൾ ഇത് മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ x - 1 (1) വരും. ഓക്കെ, അപ്പം നെഗറ്റീവ് പവറാണ് ഇതിനുള്ളത്. അതായത് ഡിനോമിനേറ്ററിലാണ് വേരിയബിൾ എന്നുണ്ടെങ്കിൽ വേരിയബിൾ മാത്രം നോക്കിയാൽ മതി, കോൺസ്റ്റൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വേരിയബിൾ ഡിനോമിനേറ്ററിലാണെങ്കിൽ ഇതെന്തല്ല? ഒരു പോളിനോമിയൽ അല്ല. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ √x + 2. ഇവിടെയും എന്തല്ല? ഇതൊരു പോളിനോമിയൽ അല്ല. കാരണം ഇവിടെ എക്സിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ x⁻² ആണ്, ഫ്രാക്ഷനാണ്. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സും ഫ്രാക്ഷനും പവറായിട്ട് വന്നാൽ, അതായത് ഡിനോമിനേറ്റർ ഒരു ഫ്രാക്ഷനിൽ ഡിനോമിനേറ്ററിലാണ് വേരിയബിൾ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റൂട്ട്, ക്യൂബ് റൂട്ടൊക്കെ വരുന്നതാണെങ്കിൽ എന്തല്ല? ഇതൊന്നും ഒരു പോളിനോമിയൽ അല്ല. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1/x² + 2x + 3. ഇതിലും എന്താണ്? വേരിയബിൾ ഡിനോമിനേറ്ററിലാണ്, അതുകൊണ്ട് ഇതും എന്തല്ല? പോളിനോമിയൽ അല്ല. അപ്പോഴെന്താണ് ഒരു റൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോളിനോമിയൽ ആകാനുള്ള റൂൾ എന്താണ്? വേരിയബിൾ ഡിനോമിനേറ്ററിൽ വരരുത്. പിന്നെന്താണ്? വേരിയബിളിൻ്റെ ഫ്രാക്ഷൻ പവർ ഫ്രാക്ഷൻ ആവരുത്. അപ്പോൾ മാത്രമാണ് അത് പോളിനോമിയൽ ആവുന്നത്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പോളിനോമിയൽസ്. ഫസ്റ്റ് വൺ, ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയൽസ് തന്നെയാണ് ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ 2x - 1 ഇതിൻ്റെ പവർ എക്സിൻ്റെ പവർ എത്രയാണ്? ഡിഗ്രി എത്രയാണ്? ഇവിടെ ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എത്രയാണ്? 1 ആണ്.
അപ്പോൾ ഇതൊരു ലീനിയർ പോളിനോമിയലാണ്. പവർ 1 ആയിട്ടുണ്ടെങ്കിൽ, വേരിയബിൾസിൻ്റെ പവർ 1 ആണെങ്കിൽ, ഡിഗ്രി 1 ആണെങ്കിൽ ആ പോളിനോമിയലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിൾ √3x-5. ഇതൊരു പോളിനോമിയലാണ്, ലീനിയർ പോളിനോമിയലാണ്. ഇവിടെ റൂട്ട് വന്നേക്കുന്നത് 3ക്കാണ്. 3ക്ക് റൂട്ട് വന്നാൽ കുഴപ്പമില്ല, പക്ഷേ എക്സിന് റൂട്ട് വരാൻ പാടില്ല, വേരിയബിൾസിന് റൂട്ട് വരാൻ പാടില്ല. കോൺസ്റ്റൻസിന് നമുക്ക് റൂട്ട് ആവാം, ഫ്രാക്ഷൻ ആവാം, എന്ത് വേണമെങ്കിലും ആവാം കോൺസ്റ്റൻസ്. പക്ഷേ വേരിയബിൾസ് റൂട്ട് ആവാൻ പാടില്ല, പിന്നെ എന്താവാൻ പാടില്ല, ഡിനോമിനേറ്റർ ആവാൻ പാടില്ല. വേറൊരു എക്സാമ്പിൾ 3z+4. ഇതെല്ലാം എന്താണ്, ലീനിയർ പോളിനോമിയൽസ് ആണ്. ഇനി രണ്ടാമത്തെ പോളിനോമിയൽസ് ആണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ്. അതായത് ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് എന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഡിഗ്രി 2 ആയിരിക്കും. ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയൽസിനെയാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് എന്ന് പറയുന്നത്. ക്വാഡ്രാറ്റിക് എന്ന വേർഡ് ക്വാഡ്രേറ്റ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നേക്കുന്നത്. അതിൻ്റെ മീനിങ് സ്ക്വയർ എന്നാണ്. ഓക്കെ, സ്ക്വയർ നമ്മൾ പറയില്ലേ, എക്സ് സ്ക്വയർ, ഇതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയൽസിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ജനറൽ ഫോം ഉണ്ട്. ഇതിൻ്റെ ജനറൽ ഫോമാണ് ax² + bx + c. ഇതാണ് ഇതിൻ്റെ ജനറൽ ഫോം. ഡിഗ്രി 2 ആണ്, ജനറലി പറയുന്ന ഫോമാണ്. ഇവിടെ എന്താണ്, a ≠ 0 ആണ്. a ഒരിക്കലും 0 ആകാൻ പാടില്ല. a 0 ആയി കഴിഞ്ഞാൽ 0 × x² 0 എന്ന് വരും. അപ്പോൾ ഈ ടേം ഇല്ല. ഈ ടേം ഇല്ലെങ്കിൽ പിന്നെ എന്താണ്, ഇത് ലീനിയർ പോളിനോമിയലാണ്, ഡിഗ്രി 1 ആണ്. അപ്പോൾ a ഒരിക്കലും എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. എക്സാമ്പിൾസ് പറയാം. 2x² + 3x - 2/5. ഓക്കെ, ഇത് പോളിനോമിയലാണ്, ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്, ഡിഗ്രി 2 ആണ്. ഇവിടെ ഫ്രാക്ഷൻ വന്നേക്കുന്നത് എന്തിനാണ്, കോൺസ്റ്റൻസിനാണ്, പവർ വേരിയബിളിനല്ല. വേറൊരു എക്സാമ്പിൾ y² - 2. ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. ഇതിൻ്റെ ഡിഗ്രി 2 ആണ്. 1 വേരിയബിൾ എത്രയാണ്, 0 ആണ്. വേറൊരു എക്സാമ്പിൾ 4z² + 1/7. അപ്പോൾ ഇതിൻ്റെ എല്ലാം പവർ എന്താണ്, ഡിഗ്രി എന്താണ്, 2 ആണ്. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് ആണ്. ഇനി അടുത്ത പോളിനോമിയലാണ്, മൂന്നാമത്തെ പോളിനോമിയലാണ് ക്യൂബിക് പോളിനോമിയൽ. അപ്പോൾ ഇതെന്തായിരിക്കും, അത് തന്നെ, അതായത് ഡിഗ്രി 3 ആയിട്ടുള്ള പോളിനോമിയൽസ് ആണ് എന്തെന്ന് പറയണത്, ക്യൂബിക് പോളിനോമിയൽസ് എന്ന് പറയണത്. ഇതിൻ്റെ ജനറൽ ഫോം ഉണ്ട്, എന്താ, ax³ + bx² + cx + d. 4 ടേംസ് ഉണ്ടാവും. അതിൽ ഇതിലും ലീനിയർ പോളിനോമിയൽസിലും ഉണ്ട് കേട്ടോ ജനറൽ ഫോം, ax + b. ഓക്കെ, ഇത് ലീനിയർ പോളിനോമിയൽസിൻ്റെ ജനറൽ ഫോമാണ്. അതുപോലെ തന്നെ ക്യൂബിക് പോളിനോമിയലിൻ്റെ ഡിഗ്രി 3 ആയിട്ടുള്ള പോളിനോമിയൽസിൻ്റെ ജനറൽ ഫോമാണിത്. വേർ a ≠ 0. ഇവിടെയും a ≠ 0 ആയിരിക്കും ലീനിയർ പോളിനോമിയലിൻ്റെ. എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കും, വെറുതെ ഒരു x³ കൊടുത്താലും എന്താണ്, ക്യൂബിക് പോളിനോമിയലാണ്. ബാക്കി എന്താണ്, ഈ ടേംസ് എല്ലാം 0 ആയിപ്പോയി. ഇത് മാത്രം ഉണ്ടായാൽ മതി, എന്താണ്, ക്യൂബിക് പോളിനോമിയലാണ്. ഇതില്ല എങ്കിൽ അത് ക്യൂബിക് അല്ല. പിന്നെ വേറൊരു എക്സാമ്പിൾ 3x³ + 2x² - 1 + -4x + 1. ഇതെന്താണിത്, വേറൊരു ക്യൂബിക് പോളിനോമിയലാണ്. പിന്നെ ഇത് തിരിച്ചു എഴുതാം കേട്ടോ, 2 - x³.
ഇതും എന്താണ്? ക്യൂബിക് പോളിനോമിയലാണ്. രണ്ടാമത് വന്നേ ഉള്ളൂ. ഇതും എന്താണ്? ഒരു ക്യൂബിക് പോളിനോമിയലാണ്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയൽസിനെ ലീനിയർ പോളിനോമിയൽ എന്ന് പറയാം. ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയൽസിനെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് എന്ന് പറയാം. ഡിഗ്രി 3 ആയിട്ടുള്ള പോളിനോമിയൽസിനെ ക്യൂബിക് പോളിനോമിയൽസ് എന്നും പറയാം. ഇതാണ് ടൈപ്സ് ഓഫ് പോളിനോമിയൽസ്. ഇനി അടുത്തത് വാല്യൂ ഓഫ് എ പോളിനോമിയൽ. ഇനി ഒരു പുതിയ കൺസെപ്റ്റ് നോക്കാം. നമുക്കൊരു പോളിനോമിയൽ എഴുതാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ എന്ത് ചെയ്യാം? ഒരു വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിനൊരു വാല്യൂ അസൈൻ ചെയ്യണം. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക എക്സ് ഇസ് ഈക്വൽ ടു 2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ പി ഓഫ് 2 ഈക്വൽ ടു എന്ത് വരും? 2 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 2. എക്സിനെല്ലാം എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. പി ഓഫ് 2 കാരണം പി ഓഫ് 2 ആയി. എക്സ് സ്ക്വയർ എന്നുള്ളത് 2 സ്ക്വയർ ആയി. മൈനസ് 3x എന്നുള്ളത് 3 ഇൻറ്റു 2 ആയി. മൈനസ് 4. ഈ പോളിനോമിയലിലാണ് കൊണ്ട് ഇത് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 മൈനസ് 3 2s 6 മൈനസ് 4. ഓക്കെ, 4 മൈനസ് 4 0. ബാക്കി എന്തുണ്ട്? മൈനസ് 6 ഉണ്ട്. ഓക്കെ, അപ്പോൾ പി ഓഫ് 2 എത്രയാണ് നമുക്ക് കിട്ടിയത്? മൈനസ് 6 ആണ്. അതായത് എക്സിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടുന്ന ആൻസർ ആണ് എന്തെന്ന് പറയണത്? പി ഓഫ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് നമുക്ക് 0 കൊടുത്തു നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതെന്താവും? പി ഓഫ് 0 ആവും. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയറിന് പകരം 0 സ്ക്വയർ, 0ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 മൈനസ് 3 ഇൻറ്റു 0 മൈനസ് 4. ഇത് രണ്ട് ടേമും 0 പോയി അല്ലേ? 0 ഇതും 0 പോയി. ബാക്കി എന്തുണ്ട്? മൈനസ് 4 ഉണ്ട്. ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? പോളിനോമിയലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഒന്നുമില്ല, നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ എക്സിന് അസൈൻ ചെയ്തിട്ട് അത് സോൾവ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ പോളിനോമിയലിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അടുത്ത നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സീറോ ഓഫ് എ പോളിനോമിയൽ. ഈ ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഈ നേരത്തെ എടുത്ത ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4. ഇതിൽ നമുക്ക് എക്സിന് -1 കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും നോക്കാം. എക്സിന് -1 കൊടുക്കുമ്പോൾ പി ഓഫ് -1 ഈക്വൽ ടു എക്സിന് കൊടുക്കുമ്പോൾ -1 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എക്സ് എന്നുള്ളത് 3 ഇൻറ്റു -1 മൈനസ് 4 അങ്ങനെ തന്നെ എഴുതി. ഈക്വൽ ടു -1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ് അല്ലേ? -1 ഇൻറ്റു -1, അതായത് 1 ഇൻറ്റു 1 നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. നെഗറ്റീവ് നമ്പേഴ്സിന് പവർ ഈവൺ നമ്പർ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി 3 ഇൻറ്റു 1 3. ഇവിടെ 2 സൈൻ ഉണ്ട്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. പിന്നെ ഇവിടെ -4. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 1 + 3 4 -4 ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്താണ് കിട്ടിയത്? -1 കൊടുത്തപ്പോൾ വാല്യൂ 0 ആണ് കിട്ടിയത്. അപ്പോൾ എന്താണ്? -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 0 ഓഫ് ദിസ് പോളിനോമിയൽ ആണെന്ന് നമുക്ക് പറയാം.
ഇനി വേറൊരു നോം കൂടിയുണ്ട്. നമുക്ക് P(4) കണ്ടുപിടിക്കാം. അതായത് എക്സിന് 4 കണ്ടുപിടിക്കാൻ കൊടുക്കാൻ പോണേ. P(4) കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം. 4 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 4 മൈനസ് 4. ഓക്കെ, 4ൻ്റെ സ്ക്വയർ 16 മൈനസ് 12 മൈനസ് 4. 16 മൈനസ് 12 4 മൈനസ് 4 ഈക്വൽ ടു 0. അപ്പോൾ 4 കൊടുത്തപ്പോഴും നമുക്ക് എന്താ കിട്ടിയത്? 0 കിട്ടിയത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? -1ഉം 4ഉം ഈ പോളിനോമിയലിൻ്റെ സീറോസ് ആണെന്ന് പറയാം. ഓക്കെ, കാരണം ഈ രണ്ട് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഈ പോളിനോമിയൽ എന്താവുന്നത്? 0 ആവുന്നത്. അപ്പോൾ ഇതിൽ -1ഉം 4ഉം ആണ് ഈ പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറയുന്നത്. അതായത് ജനറൽ ആയിട്ടൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഒരു പോളിനോമിയലിൽ P(k) ഈക്വൽ ടു 0 ആണെങ്കിൽ k എന്ന് പറയണത് എന്താണ്? അത് ആ പോളിനോമിയലിൻ്റെ 0 ആണെന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് 0 ഓഫ് എ ലീനിയർ പോളിനോമിയൽ. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം. അപ്പോൾ നമുക്കറിയാം ലീനിയർ പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്താണ്? ax + b ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. എങ്കിൽ നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? 0 ഓഫ് ദ പോളിനോമിയലാണ്. അപ്പോൾ 0 ഓഫ് ദ പോളിനോമിയൽ ആണെങ്കിൽ നമുക്ക് ax + b ചെയ്യുമ്പോഴും നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ് ആണ് എന്തെന്ന് പറയണത്? 0. നമ്മൾ കൊടുക്കുന്ന വാല്യൂ എക്സിനല്ലേ നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ ആ എക്സിൻ്റെ വാല്യൂ അല്ലേ 0 ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. നേരത്തെ -1ഉം 4ഉം നമ്മൾ ചെയ്തപ്പോൾ എക്സിനാണ് -1ഉം 4ഉം നമ്മൾ കൊടുത്തത്. അപ്പോൾ -1ഉം 4ഉം എക്സിന് കൊടുത്ത വാല്യൂ ആണ് 0 ഓഫ് ദാറ്റ് പോളിനോമിയൽ എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്ത് വാല്യൂ ആണെന്നുള്ളത്. അപ്പോൾ ഈ പോളിനോമിയൽ 0 ആക്കി. ഇനി എന്ത് ചെയ്യുക? ഈ +b അപ്പുറത്തോടെ കൊണ്ടുപോകാം. അപ്പോൾ x = -b ആയി. x = a × x. അപ്പുറം പോകുമ്പോൾ എന്താവും? /a ആവും. അപ്പോൾ x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? -b/a ആയിരിക്കും 0 ഓഫ് ദ പോളിനോമിയൽ ആണെങ്കിൽ. അതായത് ഒരു ലീനിയർ പോളിനോമിയലിൻ്റെ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എപ്പോഴും b എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരുന്നു അല്ലേ, ഒരു നമ്പർ ആയിരുന്നു. അപ്പോൾ നെഗറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ് എന്തെന്ന് പറഞ്ഞാൽ. എ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് അല്ലേ, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലീനിയർ പോളിനോമിയലിൽ 0 ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കും. x = -b/a തന്നെ ആയിരിക്കും എപ്പോഴും എന്ത്? ലീനിയർ പോളിനോമിയലിൻ്റെ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഈ ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്.